ആളുകളോടും ചോദിച്ചിരുന്നു. ഉള്ള ഒരു പ്രദേശമാണോ അവിടെ? ഒന്നാമത് ഈ താമസം തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ പ്രദേശത്തെ കുറിച്ച് അധികം അറിയാനുള്ള സാഹചര്യമൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും. അതായത് താമസം തുടങ്ങിയിട്ട് ഏതാണ്ട് 25-26 ദിവസം ആകുന്നുള്ളൂ എന്നുള്ളതാണ് വീട്ടുടമ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിൽ വളരെ കുറച്ച് ദിവസം മാത്രമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അത്തരത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഈവൻ ഈ പറയുന്ന മാതാപിതാക്കൾക്ക് പോലും കൃത്യമായി പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അത്തരത്തിലൊരു കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ എവിടെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നത്. അതിൽ പോലീസിന് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു കാര്യം ആരും ഈ കുട്ടിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ വരെ വീട്ടിലുണ്ടായിരുന്ന കുട്ടിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. തൊട്ടടുത്തുള്ള ആളുകളോട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരും പറയുന്നത് ഇത്തരത്തിൽ രാവിലെ അടക്കം ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതികരണത്തിൽ കേട്ടിരുന്നു, ഒരാൾ പറയുന്നു ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു. അത് ഈ കുട്ടി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? പ്രവിധ അക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് അത് ആ കുട്ടി തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് വ്യക്തമാക്കാറായിട്ടില്ല. അതൊരു ഈ പറയുന്ന ഒരു വഴിയാത്രികൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ ഇതുവഴി പോയപ്പോൾ പറഞ്ഞ ഒരു സൂചന മാത്രമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിനുള്ള തെളിവോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ വീട്ടുടമയായ സലീം നമ്മളോട് നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇവരോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയുന്നത് ഈ കുട്ടിയെ എങ്ങും ഈ പരിസരത്ത് നിന്ന് കണ്ടിട്ടില്ല, നടന്നു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ബാഗുമായി നടന്നു പോകുന്നതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ പ്രദേശവാസികൾക്കൊക്കെ സുപരിചിതയായ ഒരു കുട്ടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമേ ഇവിടെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും ഈ ആളുകൾക്കൊക്കെ അറിയാം ഈ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ അച്ഛനൊപ്പം പോകുന്നതുമായുള്ള ദൃശ്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇത്തരത്തിൽ അച്ഛനുമായി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ കുട്ടി പോകുന്ന കാര്യം അല്ലെങ്കിൽ കുട്ടി പോകുന്നതോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിലാണ് ദുരൂഹതയുള്ളത്. ഒരു CCTV-യിലും പതിഞ്ഞിട്ടുമില്ല ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ. ആ മേഖലയിലെ മുഴുവൻ പരമാവധി CCTV ക്യാമറകളിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി നാട്ടുകാരും അതിനുശേഷം പോലീസും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഈ കുട്ടി പെട്ടിട്ടില്ല CCTV-യിൽ എന്നുള്ളതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ബാഗ് അവിടെ കാണാനില്ല, വസ്ത്രങ്ങളും ഇല്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. തസ്മി തംസിക്കായി ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ് ആ മേഖലയാകെ. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് എങ്ങോട്ടാണ് കുട്ടി പോയത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇനിയിപ്പോൾ ട്രെയിൻ കയറി പോയതാണോ എന്നതും ഒന്നും ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുമില്ല. 13 വയസ്സുള്ള കുട്ടിയാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. 2 സഹോദരങ്ങളുണ്ട്. അവരുമായി വഴക്കിട്ടിരുന്നു രാവിലെ. അതേ തുടർന്ന് ശകാരിച്ചിരുന്നു മാതാപിതാക്കൾ ഈ കുട്ടിയെ എന്ന് മാത്രം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം ജോലിക്ക് പോയതാണ് മാതാപിതാക്കൾ. തിരികെ എത്തിയ സമയത്താണ് ഇതുപോലെ ഈ കുട്ടിയെ മാത്രം കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഒപ്പമുണ്ടായ മറ്റ് സഹോദരങ്ങൾ, ഇളയ സഹോദരങ്ങളാണ്. 9ഉം 6ഉം വയസ്സുള്ള മറ്റു കുട്ടികളോട്, 2 മക്കളുണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്താണ് എന്ന കാര്യം ഒരു മറുപടി പറയുന്നു. പിന്നീടാണ് തിരച്ചിൽ ആരംഭിക്കുന്നത്. നാട്ടുകാരുമായി ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമില്ല എന്ന് കണ്ടതോടെയാണ് 4 മണിയോടെ പോലീസിലെത്തി പരാതി നൽകുന്നത്. അതേ തുടർന്നാണ് പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം തിരച്ചിൽ നടത്തിയെങ്കിലും ആ മേഖലയാകെ അരിച്ചുപെറുക്കിയെങ്കിലും ഈ പെൺകുട്ടിയെക്കുറിച്ച് വിവരങ്ങളില്ല. ഇതാണ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് കൂടി ഈ തെരച്ചിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ CCTV-യിൽ പെടാതെ കുട്ടി എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ കുട്ടി ആരെങ്കിലും കൊണ്ടുപോയതാണോ, അത്തരം ദുരൂഹതയാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. ഇനി എന്താണ് പോലീസിന്റെ അടുത്ത ആക്ഷൻ? ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം എന്താണ്? ഒപ്പം തന്നെ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ഈ കുടുംബത്തിലുണ്ടോ, അവരെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി പോലീസാണ് തീരുമാനിക്കേണ്ടത്. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ 10-25 ദിവസം, 1 മാസം പോലും ആയിട്ടില്ല ഇവർ ഈ വീട്ടിലേക്ക് മാറിയിട്ട്. പുതിയ താമസക്കാരാണെന്ന് പറയുന്നു, അസം സ്വദേശികളാണ്. ഇവർക്ക് പരിചയമുള്ള മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ മേഖലയ്ക്ക് അടുത്തുണ്ടോ? എങ്കിൽ അവരോടെങ്കിലും ഒക്കെ ചോദിച്ചു കാണുമല്ലോ ഇതിനോടകം തന്നെ. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, അത്തരം അസ്വാഭാവികമായ എന്തെങ്കിലും ആ മേഖലയിൽ നിന്നും അങ്ങനെ ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ?
പ്രജിൽ, ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇവർക്ക് പരിചയക്കാരായി ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് നിലവിൽ അവരും അതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും പോലീസും പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിചയക്കാരോ ഇവർക്ക് നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബങ്ങളോ ഉണ്ടോ എന്നുള്ള അവരോടുള്ള ചോദ്യത്തിൽ അവർ അത് ഇല്ല. അത്തരത്തിലുള്ള കുടുംബക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളോ അവിടെയും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. ഈ നാട്ടുകാരും ഒക്കെ അവരും വലിയ ആശങ്കയിലാണ്. അതായത് ഇത്തരത്തിൽ രാവിലെ ഒരു കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ കാണണ്ടേ, നാട്ടുകാർ കാണാതെ എങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാട്ടുകാരടക്കം ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, രാവിലെയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അപ്പം ഈ പരിസരത്തൂടെ കുട്ടി പോയാൽ തന്നെ ആളുകളൊക്കെ കാണേണ്ടതാണ്, പകൽ സമയമാണല്ലോ. അപ്പം അതിൽ എന്താണ് അങ്ങനെ ഒരു കാരണം ഇവരിവിടെ താമസിക്കാൻ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കാരണം വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. കാരണം ഒന്നാമത് അവരുടെ ഭാഷ നമുക്ക് അറിഞ്ഞൂടാ, നമ്മുടെ ഭാഷ അവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ ഈ പോലീസുകാർ വന്നപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്, കുട്ടി ഇങ്ങനെ മിസ്സായെന്നുള്ള കാര്യം. പിന്നെയാണ് തിരക്കിയപ്പോഴാണ് കുട്ടി ഇങ്ങനെ മിസ്സിങ് ആണെന്നും എന്താ ചേട്ടത്തി അനിയത്തി തമ്മിൽ വഴക്ക് കൂടി അതിൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ തള്ള ഈ ഇപ്പം കാണാതെ പോയ കുഞ്ഞിനെ ഒരുപാട് ദേഹോദ്രവേപ്പിച്ചെന്ന് പറയുന്നു. നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഇതിലാണ് കുഞ്ഞ് ഇവിടുന്ന് പോയെന്നാണ് അറിവ്. പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. ഇവിടേക്ക് ഞാനും എൻ്റെ അളിയനും കൂടെ വണ്ടി എടുത്ത് ഞങ്ങൾ കണിയാവര റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ കണിയാവരം KSRTC ഡിപ്പോ, പിന്നെ ഇവിടെ ഒരു ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടുത്തെ CCTV ഒക്കെ ഞങ്ങൾ ചെന്ന് ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതിലൊന്നും ഇല്ലായിരുന്നു. മെയിൻ റോഡിലേക്ക് പുള്ളി ഇറങ്ങിയതായിട്ടുള്ള ഈ കുട്ടി ഇറങ്ങിയതായിട്ടുള്ള മെയിൻ റോഡിലോട്ട് ഇറങ്ങിയെന്നുള്ളൊരു തെളിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബുള്ളറ്റ് വർക്ക്ഷോപ്പിൻ്റെ അവിടെ ചെന്ന് ഈ CCTV ചെക്ക് ചെയ്തത്. പക്ഷെ അതിലൊന്നും വിഷ്വൽസ് ഒന്നും വ്യക്തമായിട്ടില്ല. ഇത്തരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെയാണ്. അതായത് നാട്ടുകാർക്കും അതിൽ വലിയൊരു ദുരൂഹത അവർക്കും ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 3 കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു. ഈ മറ്റു കുട്ടികൾ ഈ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാഗുമായി പോയി എന്നും പറയുന്നുണ്ട്. ഈ ബാഗുമായും വസ്ത്രമായിട്ടൊക്കെ പോകുന്ന വഴിക്ക് പോലും ആ സഹോദരങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്ന് തന്നെയാണോ? അവർക്ക് എന്തെങ്കിലും ഇതിൽ വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഭാഷ ഒരു വലിയ പ്രശ്നമുണ്ട്. അസമീസ് ആയിരിക്കും അവർ സംസാരിക്കുന്നത്. എന്താണ് ആ കുട്ടികൾ പറയുന്നത്? ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് 9 വയസ്സും ഒരു കുട്ടിക്ക് 6 വയസ്സുമാണ്. അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ അത് വളരെ പ്രധാനമായി നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളടക്കം പറയുന്നത് ഈ കുട്ടികളോട്, ഈ 2 കുട്ടികളോടും ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നുള്ളൊരു ഒരേ ഒരു മറുപടി മാത്രമാണ് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. എന്തായാലും നിലവിൽ ഈ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യം ചെയ്യലിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മാധ്യമങ്ങളും പോലീസും നേരത്തെ അടക്കം ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ 2 കുട്ടികൾ സഹോദരങ്ങൾ പറയുന്നില്ല, അവർക്കറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് അവർ കുട്ടികളാണ്, അവർക്ക് 9 വയസ്സും 6 വയസ്സും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും അത് വളരെയധികം ദുരൂഹത അതിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആളുകൾ, ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഈ കുട്ടി, ഈ അമ്മ ഈ കുട്ടിയെ അടിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതും ഇനി പോലീസ് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ, അതിൽ മനന്നെന്താണോ ഈ കുട്ടി പോയത് എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അതായത് ഇതുവഴി, അതായത് ഈ കാണുന്ന റോഡിലൂടെയോ അല്ലെങ്കിൽ ഈ ഇട റോഡിലൂടെയോ പോയതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളും പോലീസിന് പരിശോധനയിൽ ലഭിച്ചിട്ടില്ല. പിന്നെ ആ കുട്ടി എങ്ങോട്ടേക്ക് പോയി, ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ കുട്ടി എങ്ങോട്ട് പോയാലും പോകുന്നത് കാണാൻ തരത്തിലുള്ള ഒരു CCTV ആ മേഖലയിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പ്രതികരിച്ച ആൾ നമ്മളോട് പറഞ്ഞതാണ്, ഇത് അത്തരത്തിലൊരു കുഗ്രാമമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലമോ ഒന്നുമല്ല. ഇവിടുന്ന് തൊട്ടടുത്ത് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മാത്രം നമുക്ക് ദേശീയപാത 66 എത്തും. അത് ഒരുപാടധികം കെട്ടിടങ്ങളും കടകളും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളും അടക്കമുള്ള സ്ഥലമാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ തന്നെ വലിയ വലിയ വീടുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ആ വീടുകളിലൊക്കെ CCTV ക്യാമറകൾ, എല്ലാ വീടുകളിലും ഇല്ല എങ്കിൽ പോലും ഈ റോഡിനെ ഫേസ് ചെയ്യുന്ന CCTV ക്യാമറകളുണ്ട്. വീടിന്റെ പുറകുവശം ഫേസ് ചെയ്യുന്ന CCTV ക്യാമറകളുണ്ട്. ഇത്തരത്തിൽ സജീവമായി CCTV ക്യാമറകളുള്ള സ്ഥലമാണ്.
അതായത് ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പല ഭാഗങ്ങളിൽ ഇതിന് വലതുവശത്തും അതുപോലെ തന്നെ ഇടതുവശത്തും ഒക്കെയുള്ള ഇതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ആ പരിശോധനകളിലൊന്നും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഉൾപ്പെടെ അതിലൊന്നും കിട്ടിയിട്ടില്ല, ആ ദൃശ്യങ്ങളിലൊന്നും പകർന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ നമുക്ക് നൽകുന്ന വിവരം. പോലീസ് നൽകുന്ന വിവരമാണിത്. നാട്ടുകാരിൽ ചിലരും ഈ ഒരു പരിശോധനയുടെ ഭാഗമായി അങ്ങോട്ടേക്ക് പോയിരുന്നു. പല വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ നാട്ടുകാരും പരിശോധിച്ചിരുന്നു. പക്ഷേ അവരും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ചിത്രം പതിഞ്ഞായിട്ടുള്ള ഒരു കാര്യവും ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. ഒപ്പം ഈ കുട്ടി ഇത്തരത്തിൽ ബാഗുമായി പുറത്തേക്ക് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടാകും, അവർ കാണേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പരിസരത്തൊക്കെ അന്വേഷിക്കുമ്പോൾ അത്തരത്തിലൊരു കുട്ടി പോയതായുള്ള വിവരങ്ങളൊക്കെ നാട്ടുകാർ പങ്കുവെക്കേണ്ടതാണ്. പക്ഷേ ഒരാൾ പോലും ഇത്തരത്തിൽ കുട്ടി പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ ഒന്നും ഇതുവരെ പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, അതൊക്കെ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും പരിശോധിച്ചറിയുക. നിലവിൽ ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. അത് മണം പിടിച്ച ശേഷം ഏതെങ്കിലും മേഖലയിലേക്ക് പോയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ പോലീസ് അല്പസമയത്തിനകം അത് വ്യക്തമാക്കും. നമുക്കറിയാം അഖിൽ ശാന്ത് അന്വേഷിക്കുക. അപ്പം തന്നെ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന മറ്റൊരു വിവരം, എവിടെയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്തുന്ന ആൾക്കാർ ബന്ധപ്പെടേണ്ട നമ്പർ, അത് കഴക്കൂട്ടം AC നമ്പറാണ്. പ്രേക്ഷകർക്ക് ആ നമ്പർ നമ്മുടെ സ്ക്രീനിലും കാണാം. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 9497960113 എന്ന നമ്പറിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെടാം എന്ന് പറഞ്ഞ് പോലീസ് നൽകിയ നമ്പറാണ്. അത് കുറിച്ചെടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ മേഖലയെ ആകെ അരിച്ചു പെറുക്കുന്നുണ്ട് പോലീസ്. പക്ഷേ കുട്ടിയെ എവിടെയും ഒരു സൂചന പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. തിരികെ എത്താം.